ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ പോർഷൻ എന്താണ്? നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജനറൽ ഇക്വേഷൻ പറഞ്ഞു വരികയാണ് നിർത്തിയത്. ആ ഒരു ജനറൽ ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം, നമുക്ക് 3 കേസസ് പറഞ്ഞു. ക്രിട്ടിക്കൽ ഡാമ്പിങ്, ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്. ഇങ്ങനെ 3 സിസ്റ്റത്തിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിന് ഞാൻ പറഞ്ഞു അത് എങ്ങനെയാണ് എന്നുള്ളത്. അതിവിടെ കാണിച്ചിട്ടുണ്ട് ആ ഡിഫറെൻറ്റ് കേസസ്. ഓവർ ഡാംപ്ഡ് സിസ്റ്റം, അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എന്താണ്, അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഡാമ്പിങ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞിട്ട് ഉള്ളത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു സ്ലൈഡ് ഇവിടെ അഗെയിൻ കാണിച്ചിട്ടുണ്ട്. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ഓവർ ഡാമ്പിങ്, ഇപ്പം ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്നൊക്കെ പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ലെസ് ദാൻ 0, ഈക്വൽ ടു 0 അങ്ങനെ പറയുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേണം പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഓസിലേഷൻ സംഭവിക്കുന്നു, അപ്പം വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ടല്ലോ. സോ ഓസിലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇപ്പം കറക്റ്റായിട്ടത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് അത് ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ട് അത് 0യിലേക്ക് മാറുന്നു. കാരണം ഇവിടെ ഡാമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡാമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണ്? നമ്മുടെ ആ ഒരു ആംപ്ലിറ്റ്യൂഡിനെ റെഡ്യൂസ് ചെയ്ത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഡാമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ഉണ്ടായി അവസാനം ഡാമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 0യിലേക്ക് മാറുന്നു. സോ ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ 0യിലേക്ക് എത്തുന്ന ഒരു സിസ്റ്റമാണ്, അതായത് ഓസിലേഷൻ സംഭവിച്ച് 0യിലേക്കാണ് എത്തുന്നത് എന്നുള്ള കേസാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അണ്ടർ ഡാമ്പിങ് സിസ്റ്റം എന്താണ് പറയുന്നത് അണ്ടർ ഡാമ്പിങ് സിസ്റ്റം. അതായത് കറക്റ്റായിട്ട് ഓസിലേഷൻസ് സംഭവിച്ച് ദെൻ അതിനെ 0യിലേക്ക് മാറുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്നാ പേര് പറയുന്നത്? അണ്ടർ ഡാമ്പിങ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ഇപ്പോൾ ഓസിലേഷൻ സംഭവിച്ചു. അപ്പം ഫസ്റ്റ് സൈക്കിൾ ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നേക്ക് ഫസ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു സൈക്കിൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ ആണ് പോകുന്നത്. പക്ഷേ ഇവിടെ വരെ എത്തിയുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് എനർജിയും ഫുൾ അങ്ങ് യൂട്ടിലൈസ് ചെയ്ത് അത് എന്തിലേക്ക് മാറി? ഈ ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് മാറി. അതായത് സ്റ്റാർട്ടിങ് ഒരു ഫസ്റ്റ് സൈക്കിൾ പോലും കംപ്ലീറ്റ് ആക്കാതെ അത് ഈക്വിലിബ്രിയം പൊസിഷനിൽ എത്തിച്ചേർന്നു. ഫുൾ എനർജി ആദ്യമേ തന്നെ യൂട്ടിലൈസ് ചെയ്തു. സോ ഈ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്. എന്താണ്? ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് കൊടുക്കുന്ന എനർജി ആദ്യമേ തന്നെ ഒരു ഫസ്റ്റ് സൈക്കിൾ പോലും കംപ്ലീറ്റ് ആക്കാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. സോ അതാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടല്ലേ, ഓവർ ഡാമ്പിങ്. ഓവർ ഡാമ്പിങ്ങിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ വന്ന് അതെന്തിലേക്ക് എത്തുന്നു? 0യിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ഒരു ഇൻഫിനിറ്റ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് 0യിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 0യിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അണ്ടർ ഡാമ്പിങ്ങിൻ്റെ കേസിലും ക്രിട്ടിക്കൽ ഡാമ്പിൻ്റെ കേസിലും ഒരു സൈക്കിള് കംപ്ലീറ്റ്, ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ എനർജി തീർന്നു പോയി ഈക്വിലിബ്രിയത്തിലെത്തുന്നു. അണ്ടർ ഡാമ്പിങ്ങിൻ്റെ കേസിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സൈക്കിള് എടുത്തിട്ട്, അതായത് ഇങ്ങനെ വന്നിട്ടാണ് 0യിലേക്ക് എത്തുന്നത്. ക്രിട്ടിക്കൽ ഡാമ്പിങ് ആകുമ്പോൾ ഇവിടെ വെച്ച് തന്നെ അത് 0യിലേക്ക് മാറുന്നു. പക്ഷേ ഓവർ ഡാമ്പിങ് ആകുമ്പോൾ ഒരു ഇൻഫിനിറ്റ് പീരീഡ് എടുത്തിട്ടാണ് 0യിലേക്ക് മാറുന്നത്. അതായത് രണ്ടിലും തമ്മിൽ എന്താണ്? ഇവിടെ ഓസിലേഷൻസ് സംഭവിക്കുന്നില്ല. ഓവർ ഡാമ്പിങ്ങിൻ്റെ കേസിൽ ഓസിലേഷൻസ് സംഭവിക്കാതെയാണ് എന്തിലേക്ക് മാറുന്നത്? 0യിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓസിലേഷൻ ഒന്നും ഇല്ല, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ഓസിലേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു വേവ് ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് 0യിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. അതാണ് എന്തിൻ്റെ കേസിൽ വരുന്നത്? ഓവർ ഡാമ്പിങ്ങിൻ്റെ കേസിൽ വരുന്നത്.
ഓക്കെ ആണല്ലോ, പറഞ്ഞ് മനസ്സിലായി. സോ ഇതാണ് നമുക്ക് ക്രിട്ടിക്കൽ ഡാമ്പിങ് എന്താണ്, ഓവർ ഡാമ്പിങ് എന്താണ്, അണ്ടർ ഡാമ്പിങ് എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇനി ഓരോന്നിനും സെപ്പറേറ്റ് ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാനുണ്ട്. ഓരോ ഇക്വേഷൻ ഓഫ് മോഷൻ അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ ആകുന്ന സമയത്ത്, ഓവർ ഡാമ്പിങ് കണ്ടീഷൻ ആകുന്ന സമയത്ത്, അതേപോലെ ക്രിട്ടിക്കൽ ഡാമ്പിങ് കണ്ടീഷൻ ആകുന്ന സമയത്ത്. അപ്പം എക്സാമിന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം തരും. പ്രോബ്ലം തന്നിട്ട് അത് അണ്ടർ ഡാമ്പിങ് ആണോ, ഓവർ ഡാമ്പിങ് ആണോ, ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണോ എന്ന് എടുത്ത് പറയൂല. അപ്പം നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന ഒരു ടേം ഉണ്ട്, ഈറ്റ എന്ന് പറയുന്ന ടേം. സോ ആ ഈറ്റാനെ റെപ്രസെൻറ്റ്, ചിലപ്പോൾ ഈറ്റയുടെ വാല്യൂ അതിൽ കൊടുത്തിരിക്കും. അപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, ഓവർ ഡാംപ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. സോ അപ്പോൾ ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0യെക്കാട്ടി കൂടുതലായിട്ട് വരുന്ന ഏത് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, ഓവർ ഡാംപ്ഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പം അത് ഈറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0യെക്കാട്ടിൽ കുറവാണ്, എന്തെങ്കിലും നെഗറ്റീവ് വാല്യൂ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അണ്ടർ ഡാംപ്ഡ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി അതേപോലെ ഈറ്റയുടെ വാല്യൂ 0 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ക്രിട്ടിക്കൽ. അപ്പം ആ ഈറ്റയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തരുന്നത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഓവർ ഡാമ്പിങ് ആണോ, അണ്ടർ ഡാമ്പിങ് ആണോ, ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പം എന്നിട്ട് വേണം നമ്മൾ ഓവർ ഡാമ്പിങ് ആണെങ്കിൽ ഓവർ ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷൻ, അണ്ടർ ഡാമ്പിങ് ആണെങ്കിൽ അണ്ടർ ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷന്, ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണെങ്കിൽ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ്, ക്രിട്ടിക്കൽ ഡാമ്പിങ് ആണ്. സോ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിനകത്ത് പറയുന്നത് എന്താണ്, ഫോർ ദസ് C/2m the whole square is equal to K/m. And then the special value of damping present in the system is called critical damping coefficient. അതായത് ഇതിനകത്ത് പ്രസൻറ്റ് ആകുന്ന ഒരു സ്പെഷ്യൽ വാല്യൂ, അപ്പം അതിനെ നമ്മൾ പറയുന്നതിന് ക്രിട്ടിക്കൽ ഡാമ്പിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ആ CC എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പ്രസൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ എവിടെയാണ് ആ CC വരുന്നത്, എന്തിനാണ് CC കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പോകെ മനസ്സിലാക്കാം. ഇതിനകത്തൊരു സ്പെഷ്യൽ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്തൊരു സ്പെഷ്യൽ വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് CC. ആ CC നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിനകത്തെ കോഎഫിഷ്യൻ്റ് എന്നാണ് ആ CC നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെയാണെങ്കിൽ നമുക്കത് പോകെ എന്തിനെയാണ് CC പറയുന്നത്, ആ CC ഒരു ഇക്വേഷൻ ഉണ്ട്, ആ CC ഒരു ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ റീപ്ലേസിങ് C/CC വി ഗെറ്റ്. അതായത് ക്രിട്ടിക്കൽ ഡാമ്പിങ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഡാമ്പറാണ് C. സോ ക്രിട്ടിക്കൽ ഡാമ്പർ ആകുന്ന സമയത്ത് ദാറ്റ് ഈസ് C റീപ്ലേസസ് ടു CC. മനസ്സിലായോ? C ഉള്ളിടത്തെല്ലാം നമ്മൾ അവിടെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, CC കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ, C/2 of the whole square is equal to K/m. സോ ഇതിനെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനെ തന്നെ അവിടെ C ഉണ്ട്, ആ Cക്ക് പകരം CC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം CC/2m the whole square is equal to K/m. സോ ഇങ്ങനെയാണ് മാറുന്നത് ഇക്വേഷൻ. നോക്കുക, CC/2m the whole square is equal to K/m. CC/2m is equal to root of K/m. ഓക്കെ ആണല്ലോ. ദെൻ CCക്ക് ഇക്വേഷൻ ഉണ്ടാക്കി 2m root of K/m. ദെൻ അതിനെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, എമ്മിനെ നമ്മൾ അകത്തേക്ക് കൊടുത്ത് എഴുതിയിരിക്കുകയാണ്. സോ എം അകത്തേക്കാകുമ്പോൾ m² ആകും, is equal to 2 root of Km എന്നായി. ദെൻ വെയർ ഒമേഗ n എന്ന് പറയുന്നത്, ഒമേഗ എന്നിന് പകരം ഒമേഗ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ ഒമേഗ n is equal to root of K/m ആണ്. സോ അതിനകത്തുനിന്ന് ഒമേഗ n² is equal to K/m ആണ്. അതിനകത്തുനിന്ന് K is equal to ഒമേഗ n² m എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് CCയുടെ ഇക്വേഷനകത്തേക്ക് നമ്മൾ CCയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 2 root Km എന്നാണ്. സോ അതിന് നമുക്ക് Kക്ക് ഇതാണ്ട് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, ഒമേഗ n² m ഇൻറ്റു m. സോ 2 root ഒമേഗ n² m² എന്നായി. സോ CC is equal to 2m ഒമേഗ. ഇതിനകത്ത്
സി സി is equal to 2m ഒമേഗ എന്ന് പറയുന്ന ഈക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡെറിവേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് സി സി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എം ഉണ്ട്, ഒമേഗ ഉണ്ട്, ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് സി സി. അത് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ ഈ ഒരു ഡെറിവേഷൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സി സി സിക്വൽ ടു എം ഒമേഗ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്റ്റെപ്പുകൾ ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ ഡാമ്പിംഗ് ടു ദി ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ഈസ് കോൾഡ് ഡാമ്പിംഗ് റേഷ്യോ. സോ ഞാൻ പറഞ്ഞു ഒരു ഈറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഈറ്റ എന്ന് പറയുന്ന വാല്യൂ എന്താണ് പറയുന്നത്, എന്താണോ ഒറിജിനൽ ഡാമ്പിങ് ദാറ്റ് ഈസ് ടു ക്രിട്ടിക്കൽ ഡാമ്പിങ്. സോ ആ റേഷ്യോനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈറ്റ എന്ന് പറയുന്നത്. ഫോർ എ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ സി ഈസ് ഈക്വൽ ടു സി സി, അതായത് സാധാരണ ഡാമ്പിങ്ങും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങും എന്താണ്, സെയിം ആകും. സോ സി ബൈ സി സി എന്ന് പറയുന്നത് അപ്പോൾ എന്താകും വാല്യൂ, ദാറ്റ് ഈസ് 1 ആൻഡ് ഈറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 1. പറഞ്ഞ് മനസ്സിലായി. സോ ഈറ്റയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 എന്നതിനെ ബേസ് ചെയ്താണ് ദാറ്റ് ഇസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം കേസസ് പറഞ്ഞപ്പോൾ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, ഈക്വൽ ടു 0 ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഒരു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു 1, ഈറ്റയെ റെപ്രസെൻറ്റ് ചെയ്ത് പറയുമ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു 1 എന്നാണ്. സോ അവിടെ നമ്മൾ ഈറ്റ ഈസ് ഈക്വൽ ടു പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0 എന്നുള്ളതാണ് പറഞ്ഞത്. സോ അത് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി, അതായത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. സോ എക്സാക്ട്ലി ഈറ്റ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ്. ഓക്കെ ആണല്ലോ. സോ ഇത് ഓർത്തുവയ്ക്കുക, ഒരു പ്രോബ്ലത്തിനകത്ത് ഈറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി എ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ. സോ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കണ്ടീഷൻ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ആ ഒരു അണ്ടർ ഡാമ്പിംഗ് ഡാംപിഡ് കണ്ടീഷൻ ഫ്രീ വൈബ്രേഷൻ സിസ്റ്റത്തിനകത്ത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ റൂട്ട് എന്താണ്. അപ്പം നമ്മൾ ഇത്രയും നേരം റൂട്ട് കണ്ടുപിടിച്ചിട്ടില്ല നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ഒരു ഓക്സിലറി ഇക്വേഷൻ വന്നു, ആ ഇക്വേഷൻ അതൊന്നും ജനറൽ ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ചത്. സോ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ റൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം റൂട്ടായിരിക്കും. അതായത് ഓക്സിലറി ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കി വന്ന് നമ്മൾ ചെയ്യുമ്പോൾ, അതിപ്പോൾ ഓക്സിലറി ഇക്വേഷൻസ് ഉണ്ടാക്കുന്നതിനൊന്നും നമ്മളിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. സോ എന്താണ് റൂട്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് രണ്ടും ഒരു ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം ആയതുകൊണ്ട് റൂട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ രണ്ട് റൂട്ടും -c/2m എന്നായിരിക്കും. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് e⁻c/2m ഓഫ് ടി. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് C1, അത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷനെ കാണിക്കാം. ഇതാണ് C1 e⁻m1t + C2 e⁻m2t എന്നായിരുന്നു നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷനകത്ത് തന്നെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിങ്, ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ് എല്ലാം ചെയ്യുന്നത്. സോ നമ്മുടെ ജനറൽ ഇക്വേഷൻ, ഡാംപ്ഡ് കണ്ടീഷൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതിനകത്തേക്കാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ റൂട്ട് എന്ന് പറയുന്നത്, അതായത് ഈ റൂട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, നമുക്ക് e⁻² രണ്ടെണ്ണം ഉണ്ടായിരുന്നു. സോ e⁻−c/2m × t ആൻഡ് ബ്രാക്കറ്റ് ഓഫ് a + bt എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തേക്കുകയാണ്. പറയുന്നത് മനസ്സിലായോ? സോ ഇതാണ്. സോ ഈ C1ഉം C2ഉം രണ്ട് കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ C1ഉം C2നെ നമ്മൾ ഇവിടെ a + b എന്നുകൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. സോ a + bt എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇടയ്ക്ക് കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്ത് ദെൻ ഫൈനലി കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. സോ നമ്മൾ ഇടയ്ക്കുള്ളത് വെച്ചിട്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് അത്രയും ഒരുപാട് എക്സ്പ്ലനേഷൻസിന് ആവശ്യമില്ല. കാരണം നമ്മളോട് ചോദിക്കുന്നത് ഒരു പ്രോബ്ലം ചോദിക്കും, ആ പ്രോബ്ലത്തിനകത്ത് ചിലപ്പം ഈ ഒരു ക്രിട്ടിക്കൽ ഡാമ്പിൻ്റെ ഈ ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാനായിട്ട് പറയും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് അതിനകത്ത് നമുക്കുള്ള പ്രോബ്ലം അതിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനായിട്ടും പറയും. സോ അത്ര മാത്രമേ പറയുള്ളൂ. സോ അതുകൊണ്ടാണ് ജസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം പറഞ്ഞു പോകുന്നത്. ദെൻ ഇതിനകത്ത് നമ്മൾ പറയുന്നതാണ് c/2m നമുക്ക് അറേഞ്ച് ചെയ്യാൻ പോവാണ്. c/2m നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ c/2m നമ്മൾ എഴുതിയിരിക്കുന്നത് c/2m × cc/cc കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ c/2m ദെൻ cc ക്ക് 2√km
അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് കിട്ടിയൊരു റിസൾട്ടാണ്. സോ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ബൈ സി സി. ദെൻ സി ബൈ സി സി ഇൻറ്റു 2√Km/2m കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി ബൈ സി സി ഇൻറ്റു Km എന്ന് പറയുന്നത് അതിനകത്ത് K എന്ന് പറയുന്നത് m⍵n² ആണ്. അതാണ്ട് അത് ഈ ഒരു റിസൾട്ടിനകത്തു നിന്ന് കിട്ടുന്നതാണ്. ⍵n is equal to √K/m and K is equal to m⍵n² into m divided by m. Then C by Cc അതിനകത്ത് m²⍵n² m വന്നു. C by Cc m ക്യാൻസൽ ആയി പോയി, റൂട്ട് മാറ്റുമ്പം then ⍵n then η⍵n എന്ന് പറഞ്ഞ് കിട്ടി. ദെൻ എക്സ് ഓഫ് ടിയുടെ ഇക്വേഷനകത്തേക്ക് എന്തെഴുതി? e raised to omega eta t. കാരണം നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? ⍵n eta എന്നാണ്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർക്ക് പകരമാണ് നമ്മൾ c/2m പകരം ഈ ഒരു റിസൾട്ടിനകത്ത് c/2m പകരം ഓക്കെ c/2m പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് η⍵nt a plus bt. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം ആകുമ്പോൾ e is equal to eta is equal to 1 ആകും. സോ ഈ ഈറ്റയ്ക്ക് 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എക്സ് ഓഫ് ടി is equal to e raised to minus ⍵nt into a plus bt എന്ന് പറയുന്നു. a and b എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കോൺസ്റ്റൻസ് ആണ്. ദെൻ ഇവിടെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു വൈബ്രേറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു എങ്ങനെയാണ് ഒരു ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സൈക്കിൾ ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ദാറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് ടു ഈക്വിലിബ്രിയം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 0 ആയി പോകുന്നു. ദാൻ ഇറ്റ്സ് എ ഇനിഷ്യൽ വെലോസിറ്റി ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് സിസ്റ്റം പറയുന്നത് എന്താണെന്ന് പറയുന്നത് ഒരു മിനിമം എമൗണ്ട് ഓഫ് ഡാമ്പിംഗ് ആണ്. which the system will not vibrate when disturbed initially but it will be returned equilibrium position. അപ്പം സിസ്റ്റം വൈബ്രേറ്റ് ഒന്നും ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തില്ല, ഫസ്റ്റ് സൈക്കിൾ ആകുമ്പോൾ തന്നെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പം ഒരു നോൺ പീരിയോഡിക് മോഷൻ ആണ് ഇത് കാണിക്കുന്നത്. ഇതൊരു പീരിയോഡിക് മോഷൻ അല്ല, നോൺ പീരിയോഡിക് മോഷൻ ആണ് കാണിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഓവർ ഡാംപ്ഡ് സിസ്റ്റം. ഓവർ ഡാംപ്ഡ് സിസ്റ്റം പറയുന്നത് എന്താണ്? c/2m the whole square is greater than K/m and eta value is greater than. അപ്പോൾ ഈറ്റ ആണ് നമ്മുടെ 1 അല്ലെങ്കിൽ 0യ്ക്ക് പകരം എടുക്കുന്നത്. മറ്റേത് 0യെക്കാട്ടി കൂടുതലാകാം കുറവാകാം എന്നല്ലേ നമ്മൾ ആദ്യം കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞത്. സോ നമ്മുടെ ഈറ്റയുടെ വാല്യൂ is equal to 1 ആണ് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ ഈറ്റയുടെ വാല്യൂ 1നെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി an ഓവർ ഡാംപ്ഡ്. ആൻഡ് ഈറ്റയുടെ വാല്യൂ 1നെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി an അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റം. ഓക്കെ ആണല്ലോ. സോ ഇവിടുത്തെ ഓവർ ഡാമ്പിംഗ് ആൻഡ് അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റത്തിനകത്ത് ഈറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് അത് റൂട്ടിലേക്കാണ്, റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓവർ ഡാമ്പിംഗ് സിസ്റ്റം ആകുന്ന സമയത്ത് നമ്മുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ച അത് തന്നെയാണ്. സോ അതിനകത്ത് അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് m12 എന്താണ് റൂട്ട്സ് പറഞ്ഞിരിക്കുന്നത്? c/2m പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് c/m the whole square മൈനസ് K/m. ഇതാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. ഏതിൻ്റെ കേസിൽ? ഓവർ ഡാമ്പിംഗ് സിസ്റ്റത്തിൻ്റെ കേസിൽ. ദെൻ ഇതിനകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അപ്പം ഈ ഒരു റൂട്ടിനെ നമ്മളിനി ആ ഒരു ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ⍵n വെച്ചിട്ട് നമ്മുടെ ഈ റൂട്ടിനെ നമ്മൾ ത്രൂ ഔട്ട് ⍵n വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ആ സ്റ്റെപ്പാണ് കാണിക്കുന്നത്. m12 c/2m into ⍵n/⍵n. ദെൻ ഫസ്റ്റ് വാല്യൂവിനെ അത് ചെയ്തു. ദെൻ സെക്കൻഡ് വാല്യൂവിനെ ആൻഡ് ബ്രാക്കറ്റിനകത്ത് ഓരോ വാല്യൂസിനകത്തും ⍵n വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. സോ റൂട്ടിനകത്താകുമ്പം അത് സ്ക്വയർ ആയിരിക്കും. ദെൻ അതിനകത്തുനിന്ന് ⍵n കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്ത സ്റ്റെപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ടേമിനകത്ത് ⍵n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ന്യൂമറിക്കൽ വാല്യൂലുള്ള ⍵നെ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ ഡിനോമിനേറ്ററുള്ള ⍵n അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇക്വേഷനകത്ത് നമ്മുടെ ഈ ഒരു ടേം K/m⍵n എന്ന് പറയുന്ന ആ ടേമിനെ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള സ്റ്റെപ്പാണിത്. ⍵n എന്ന് പറയുന്നത് പുറത്തുണ്ട്. c/2m ⍵n പ്ലസ് ഓർ മൈനസ് c²/2m ⍵n the whole square. അത് രണ്ട് സ്റ്റെപ്പിലും ഒരേപോലെ തന്നെയാണ്. ദെൻ ഇവിടെ ഈ വാല്യൂ വരുമ്പം
ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് √k/m ആണല്ലേ. ദെൻ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് k/m എന്നാണ് അല്ലേ. നോക്കിക്കേ, ഇവിടെ ഒമേഗ എൻ സ്ക്വയർ ആണ് കിടക്കുന്നത്. ഇവിടെ ഒമേഗ സ്ക്വയറോ ഒമേഗ അപ്പോൾ 1/ൽ വരുമ്പം m/k എന്ന് വരും. അതാണ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് അതിന് പകരം. സോ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ ഇതാണ്ടേ c/2m ഒമേഗ എൻ, നമ്മൾ അതിനെ എന്തെന്നാ പേര് പറഞ്ഞിട്ടുള്ളത് CC അല്ലേ. ഈ ഒരു ടേമിന് ഞാൻ പറഞ്ഞു അത് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം, റിസൾട്ട് ആണ് എന്ന് പറഞ്ഞു. ഇത് CC ആണ്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ആണത്. ദെൻ ഇവിടെ വീണ്ടും 2m ഒമേഗ എൻ ദാറ്റ് ഈസ് CC. ദെൻ ഇവിടെ വരുമ്പം എന്താണ് വ്യത്യാസം, EM-ഉം ക്യാൻസലായി പോവും, EM-ഉം ക്യാൻസലായി പോവും, ഈ കെയും ക്യാൻസലായി പോവും. അവിടെ എന്താകും 1 ആകും വാല്യൂ. ഓക്കെ ആണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയായിട്ട് മാറി, ഒമേഗ എൻ ബ്രാക്കറ്റ് ഓഫ് c/cc പ്ലസ് ഓർ മൈനസ് √c/cc ദ ഹോൾ സ്ക്വയർ മൈനസ് 1 എന്നായി. ദെൻ √1 2, ഇപ്പം √1 2നെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്താണിത്. അപ്പം ഒമേഗ എൻ ഇസ് ഈക്വൽ ടു c/cc എന്ന് പറയുന്നത് ഈറ്റ ആണ്, പ്ലസ് ഓർ മൈനസ് എഗൈൻ c/cc ദ ഹോൾ സ്ക്വയർ വന്നു. സോ ഈറ്റ സ്ക്വയർ മൈനസ് 1. അപ്പം നമ്മുടെ റൂട്ട് ഏതിൻ്റെ ടേമിലായി, ഈറ്റയുടെയും ഒമേഗയുടെയും ടേമിലായി. അപ്പോൾ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x(t) c1-ഉം c2-നും പകരം എയും ബിയും ആയിന്നേ ഉള്ളൂ. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് c1 e⁻m1t പ്ലസ് c2 e⁻m2t ഇങ്ങനെ ആയിരുന്നു. ഈ c1 a ആയിന്നും ഈ c2 b ആയിന്നും ഉള്ള വ്യത്യാസം, വേറെ ഒന്നുമില്ല. അതേ പഴയ സ്റ്റെപ്പ് തന്നെ, പഴയ ഇക്വേഷൻ ഒക്കെ തന്നെയാണ്. ഓക്കെ ആണേ. സോ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് x(t) ഇവിടെ കാണിച്ചിട്ടുണ്ട്. x(t) ഈസ് ഈക്വൽ ടു a ഇൻറ്റു e⁻m1t പ്ലസ് b e⁻m2t. അപ്പം x(t) ഇവിടെ m1-ഉം m2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്, ഒമേഗ എൻ ബ്രാക്കറ്റ് മൈനസ് ഈറ്റ പ്ലസ് ഓർ മൈനസ് √ഈറ്റ സ്ക്വയർ മൈനസ് 1 ഓഫ് ടിയും, അതേപോലെ തന്നെ രണ്ടാമത്തെ റൂട്ടും സെയിം ഈ റൂട്ട് തന്നെയാണ്, അതിൻ്റെ ടിയും. സോ അങ്ങനെ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. അതായത് റൂട്ടിനെ ഒന്ന് ചേഞ്ച് ചെയ്തോന്നേ ഉള്ളൂ. അതായത് നമുക്ക് ഫസ്റ്റ് കിട്ടിയ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റൂട്ടായിരുന്നു. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈറ്റയുടെ ടേമിലും അതേപോലെ ഒമേഗ എൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്തോന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഓവർ ഡാമ്പിംഗ് സിസ്റ്റത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ ഡാമ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നോൺ പീരിയോഡിക് മോഷനാണ്. കാരണം ഒരു സൈനസോഡൽ വേവ്സ് ഒന്നും അവിടെ വരുന്നില്ല. പെട്ടെന്ന് തന്നെ അത് എന്താണ്, ലോങ്ങർ ടൈം എടുത്തിട്ടാണിത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. പക്ഷെ അത് എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു നോൺ പീരിയോഡിക് ഒന്നും വരാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അതിനെ ഒരു ലോട്ട് ഓഫ് ലോങ്ങർ ടൈം എടുത്തിട്ട് ദെൻ അത് സീറോയിലേക്ക് എന്ത് ചെയ്യുന്നു, ഡീക്കേ ആകുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങും ഓവർ ഡാമ്പിങ്ങും തമ്മിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ്റെ ആദ്യം ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്, അതായത് ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സീറോ ആകുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ്. ഈറ്റയുടെ വാല്യൂസ് ഈക്വൽ ടു 1. ദെൻ ഓവർ ഡാമ്പിംഗ് സിസ്റ്റം കാണിച്ചിട്ടുണ്ട്. ദാണ്ട് ഇതാണ് ഓവർ ഡാമ്പിംഗ് സിസ്റ്റം പോകുന്നു. ദെൻ ലോങ്ങർ ടൈം എടുത്ത് ആസ് കമ്പയറബിൾ വിത്ത് ക്രിട്ടിക്കൽ ഡാംപ്ഡ് സിസ്റ്റം. അപ്പോൾ ക്രിട്ടിക്കൽ ഡാംപ്ഡ് സിസ്റ്റം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോങ്ങർ ടൈം എടുത്തിട്ടാണ് ഓവർ ഡാമ്പിംഗ് സിസ്റ്റം ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്. അവിടെ ഈറ്റയുടെ വാല്യൂസ് ഈക്വൽ ടു 2 കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റമാണ്. അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റത്തിൻ്റെ എന്താണ്, ഈറ്റയുടെ വാല്യൂസ് ലെസ് ദാൻ 1 എന്നാണ്. സോ അതിന് നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ഒമേഗ എൻ മൈനസ് ഈറ്റ പ്ലസ് ഓർ മൈനസ് ഈറ്റ സ്ക്വയർ മൈനസ് 1 തന്നെയാണ് നമ്മുടെ അവിടത്തെയും സെയിം ഇക്വേഷൻ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെതും. ഓക്കെ ആണല്ലോ. ദെൻ ഇതിനെ റൂട്ടിനെ അകത്തേക്ക് കൊടുത്തെഴുതി മൈനസ് ഒമേഗ എൻ ഈറ്റ പ്ലസ് ഓർ മൈനസ് ഒമേഗ എൻ √ഈറ്റ സ്ക്വയർ മൈനസ് 1. ദെൻ ദ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കാണിച്ചേക്ക് നോക്കിക്കേ. x(t) ഈസ് ഈക്വൽ ടു e⁻ ഈറ്റ ഒമേഗ എൻ ടി എ കോസ്. അപ്പം കോസും സൈനും വന്നു.
സോ അതാണ് പറഞ്ഞത് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു റിസൾട്ട് എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. അത് ഇടയ്ക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യം ആ റൂട്ടും അതിൻ്റെ സൊല്യൂഷൻ, ആ കംപ്ലീറ്റ് ഇക്വേഷനും മാത്രം മതി. സോ അതുകൊണ്ടാണ് ആ റൂട്ട് എടുത്ത് എഴുതി ദെൻ ആ റൂട്ടിനെ എടുത്തിട്ട് കംപ്ലീറ്റ് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പറഞ്ഞേക്കുന്നത്. സോ അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. സോ എങ്കിൽ മാത്രം നമുക്ക് എക്സാമിന് അത് എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു മൈനസ് ഈറ്റ ഒമേഗ എൻ ടി ദെൻ ബ്രാക്കറ്റ് ഓഫ് എ കോസ് ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് ടി ആൻഡ് പ്ലസ് സൈൻ ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറഞ്ഞേക്കുന്നു. then x of t is equal to e raised to minus omega eta t, then ഇതിനകത്ത് എന്താക്കി മാറ്റി, ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയറിനെ ഒരു പുതിയ ടേം കൊണ്ട് ഇവിടെ റീപ്ലേസ് ചെയ്തല്ലേ. ആ പുതിയ ടേം എന്താണ്, ഒമേഗ ഡി അല്ലേ. ഇവിടെയും അതേപോലെ തന്നെ ഒമേഗ റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയറിനെ ഒമേഗ ഡി എന്ന് പറയുന്ന ടേം കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഒമേഗ ഡി എന്ന് അറിയേണ്ടത്. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി, അതായത് അണ്ടർ ഡാംപ്ഡ് സിസ്റ്റമാണ്, ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ ആണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈനസോയിഡൽ അല്ലെങ്കിൽ പീരിയോഡിക് മോഷനായിട്ട് എടുത്തിട്ടാണ് സീറോയിലേക്ക് വരുന്നത്. സോ അവിടെ ഒരു ഡാംപ്ഡ് ഫ്രീക്വൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ. സോ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാച്ചുറൽ ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ഈറ്റയും വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് നാച്ചുറൽ ഫ്രീക്വൻസി ആൻഡ് എന്താണ്, ഈറ്റ, ഡാമ്പിങ് കോഎഫിഷ്യന്റ്. അതേപോലെ ഡാംപ്ഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഡി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2π ബൈ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ എൻ റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയർ. സോ ഇതാണ് എന്തിൻ്റെ വരുന്നത്, അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ അണ്ടർ ഡാമ്പിങ് കണ്ടീഷൻ്റെ ജനറൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അണ്ടർ ഡാമ്പിങ് സിസ്റ്റം ആകുമ്പം ഈറ്റയുടെ വാല്യൂ ഇസ് ലെസ് ദാൻ 1 ആയിരിക്കും. സോ അവിടെയാണ് പീരിയോഡിക് മോഷൻ വരുന്നത്, ബാക്കിയൊന്നും പീരിയോഡിക് മോഷൻ വരത്തില്ല. സോ അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. സോ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ വേണം. സോ ഇനിഷ്യൽ കണ്ടീഷൻ ഇപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇ റേസ് ടു മൈനസ് ഈറ്റ ഒമേഗ എൻ ടി എക്സ് സീറോ. അപ്പം നോക്കിയാൽ മതി, ഇവിടെ എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പകരം എന്ത് കൊടുക്കുക, എക്സ് സീറോ. ദെൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിയുടെ ടേം ആണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബി ഈസ് ഈക്വൽ ടു ബി സീറോ ഇനീഷ്യൽ വെലോസിറ്റി എ പ്ലസ് എക്സ് സീറോ ഈറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി സൈൻ ഒമേഗ ഡി ടി. ഇതാണ് നമ്മളുടെ ഇനിഷ്യൽ കണ്ടീഷൻസ്. നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻസ് കൊടുത്ത് ചെയ്ത് ഒരു ഫൈനൽ റിസൾട്ട് ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം ഇവിടെയും അപ്ലൈ ചെയ്യണം. ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം ഇവിടെ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷൻ ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കണ്ട, അത് ബൈ ഹാർട്ട് ചെയ്യുക. ദെൻ ഇവിടെയും ടാൻ ആൽഫ ഉണ്ട്, ടാൻ ആൽഫയുടെ വാല്യൂ നോക്കിയാൽ അറിയാം. ഇത് എക്സ് സീറോയുണ്ട്, ഓക്കെ. അപ്പം ഇവിടെ ടാൻ ആൽഫ എന്ന് പറയുന്നത്, ഓക്കെ ഇവിടുത്തെ കേസിൽ എക്സ് ടി ഇതാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടാൻ ആൽഫയുടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ ആൽഫയുടെ ഇവിടെ എക്സ് സീറോ ഒമേഗ ഡി എക്സ് സീറോ എന്നാണ് ഇക്വേഷൻ. അതായത് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എക്സ് സീറോ ഈറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എക്സ് സീറോ. ഇങ്ങനെയാണ് ഇക്വേഷൻ ടാൻ ആൽഫയുടേത്. ദെൻ വീണ്ടും എക്സ് ഓഫ് ടിയെ നമ്മൾ ജനറൽ സൊല്യൂഷൻ പഠിച്ചപ്പോൾ ദെൻ അതിനെ സി കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ആംപ്ലിറ്റ്യൂഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ആംപ്ലിറ്റ്യൂഡ് സി കൊണ്ട് റീപ്ലേസ് ചെയ്ത ഇക്വേഷൻ സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഈറ്റ ഒമേഗ എൻ ടി കോസ് ഒമേഗ ഡി ടി മൈനസ് ആൽഫ. ദെൻ അവിടുത്തെ സി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
C is equal to root of x0 square plus v0 plus x0 eta omega n divided by omega d the whole square. So ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. സോ ഈ ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പിംഗ് ആണ് അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ബൈ ഹാർട്ടിംഗ് ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് അത്രയും എക്സ്പ്ലനേഷൻസിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ x of t is equal to c e raised to eta omega n t cos omega d t minus alpha. ഓസിലേറ്ററി മോഷൻ ആണ് വിത്ത് ആൻ എക്സ്പൊണൻഷ്യലി ഡീക്കേയിങ് ആംപ്ലിറ്റ്യൂഡ്. അപ്പം ആംപ്ലിറ്റ്യൂഡ് ഡീക്കേയിങ് ആണ്. ദാറ്റ് ഇസ് സി ഇ മൈനസ് ഈറ്റ ഒമേഗ എൻ ടി എന്ന് വരും. അപ്പം നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയി മാറുന്ന സമയത്ത്, അപ്പം 0 ആയി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ടേം 0 ആകുകയാണ്. സോ കോസിൻ്റെ ടേം 0 ആകുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 1. ദെൻ ഇത്രയും മാത്രമേ എക്സ് ഓഫ് ടി വരുള്ളൂ. സോ നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദാണ്ടേ കൂടി 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 കുറഞ്ഞു വരുന്നു. ഓക്കെ ആണല്ലോ. ദാണ്ടേ ഈ ലൈൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് വാല്യൂ. ഇവിടെ എക്സിന് പകരം വൈ ആണ് കാണിച്ചിരിക്കുന്നത്. സോ അത് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു സി ഇ, അതായത് ഈ വാല്യൂ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു സി ഇ മൈനസ് ഈറ്റ ഒമേഗ എൻ ടി എന്ന് പറയുന്നതാണ് ദാണ്ട് ഈ ഒരു ഇത്. ദെൻ ഇതെന്ന് പറയുന്നത് ഇവിടെ തൊട്ടുള്ളത് ഒരു ടൈം പീരീഡ് ആണ് 2π/ω. പറയാൻ മനസ്സിലായി. സോ ഇതിൻ്റെ ഈ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്, അതിൻ്റെ സൊല്യൂഷൻ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആംപ്ലിറ്റ്യൂഡാണ്. സോ ഈ ഒരു പോർഷനാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആക്കി എടുക്കുന്നത്. ഇതാണ് അതിനകത്ത് ഓവർ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ് ആൻഡ് ക്രിട്ടിക്കൽ ഡാമ്പിങ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്, ഓവർ ഡാമ്പിങ്, ദെൻ സെയിം സൈഡിൽ നിന്നും വന്ന് തുടങ്ങിയിരിക്കുന്നത് അണ്ടർ ഡാമ്പിങ്. അണ്ടർ ഡാമ്പിങ്ങിൻ്റെ ഈറ്റയുടെ വാല്യൂ കാണിച്ചിട്ടുണ്ട്. ഈറ്റയുടെ വാല്യൂ ക്രിട്ടിക്കൽ ഡാമ്പിങ് ആകുമ്പോൾ ഈറ്റയുടെ വാല്യൂ is equal to 1, ആൻഡ് ഓവർ ഡാമ്പിങ് ആകുമ്പോൾ ഈറ്റയുടെ വാല്യൂ is equal to 2, ആൻഡ് അണ്ടർ ഡാമ്പിങ് ആകുമ്പോൾ ഈറ്റയുടെ വാല്യൂ is equal to 0.1. ഇതിനകത്ത് ഡാംപ്ഡും അൺഡാംപ്ഡ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. നോക്കിയാലറിയാം. അൺഡാംപ്ഡ് സിസ്റ്റം ആകുമ്പോൾ നോക്കിക്കാൻ ആംപ്ലിറ്റ്യൂഡ് ഹയർ ആംപ്ലിറ്റ്യൂഡാണ്. പക്ഷേ ഡാംപ്ഡ് സിസ്റ്റം ആകുമ്പം ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ എക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ്ട് ഈ ഒരു പൊസിഷൻ ആയിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വരയ്ക്കുന്നതായിരിക്കും. സോ അതിൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത് നമുക്ക് കിട്ടുന്നത്. ടൈം പീരീഡ് രണ്ടെണ്ണത്തിനെയും കാണിച്ചിട്ടുണ്ട്. ഡാമ്പിങ് കേസിൽ 2π/ω വരും. അതേപോലെ തന്നെ അൺഡാംപ്ഡ് സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2π/ω വരും. Tn is equal to 2π/ω. ജസ്റ്റ് ഒരു ഇത് കാണിച്ചാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ടേം ആണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. ലോഗരിതമിക് ഡിക്രിമെൻറ്റിൻ്റെ അവിടെയും ഇവിടെ എക്സ് എന്നുള്ളത് പഠിച്ചാൽ മതി. വൈ എന്നുള്ള ടേമും ഉണ്ട്. സോ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വൈ ചിലത് റെഫർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ വൈ വന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു നോക്കിയാൽ മതി. എക്സ് ഇസ് ഈക്വൽ ടു സി ഇ മൈനസ് ഈറ്റ ഒമേഗ എൻ ടി എന്നാണ്. സോ ടൈം പീരീഡ് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് വാല്യൂസ് ഉണ്ട്, അതായത് രണ്ട് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ് എൻ ആണ്, മറ്റേതെന്ന് പറയുന്നത് എക്സ് എൻ പ്ലസ് 1 ആണ്. അതായത് എക്സ് എൻ എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെതാണെന്നുണ്ടെങ്കിൽ എക്സ് എൻ പ്ലസ് എന്നത് രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇത് വെച്ചിട്ടാണ്, അതായത് നമ്മുടെ അണ്ടർ ഡാമ്പിങ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് പറയുന്നത്. സോ ഇതൊരു ഡെറിവേഷനാണ്. കംപ്ലീറ്റ് ഡെറിവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡെറിവേഷൻ ഇല്ല, കുറച്ച് റിസൾട്ടുകൾ മാത്രം കൂട്ടിച്ചേർത്തുള്ള ഡെറിവേഷനാണ്. അപ്പം അതിനകത്ത് പറയുന്നത് x1 x2 എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ x1ഉം ഇതിനെ നമ്മൾ x2 ആയിട്ട് എടുക്കുകയാണ്. രണ്ട് ആംപ്ലിറ്റ്യൂഡ് എടുക്കുന്നു. സോ നമ്മുടെ തന്നെ ജനറൽ ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ സി വെച്ചിട്ടുള്ള ജനറൽ ഇക്വേഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ സി ഇ
ഈറ്റ ഒമേഗ എൻ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും രണ്ട് ആംപ്ലിറ്റ്യൂഡിനും. പക്ഷേ ആദ്യത്തതിന് T1 കോസ് ഒമേഗ ഡി T1, അതായത് ടൈം പീരീഡ് വ്യത്യാസമായിരിക്കും. ആദ്യത്തത് T1, രണ്ടാമത്തത് എന്തായിട്ട് മാറും? T2 ആയിട്ട് മാറും. ദെൻ വീണ്ടും x1/x2. ദെൻ ഇവിടെ ഫസ്റ്റ് ടേം നോക്കുക, ഒരു മാറ്റവും ഇല്ല. ഇവിടെയും ഇവിടെയും സെയിം, ഒരേ ഇവിടെയും ഒരേ വാല്യൂ തന്നെ. ദെൻ ഈ സെക്കൻഡ് ടേമിനെ നോക്കുക. ഈ സെക്കൻഡ് ടേം ആകുമ്പോൾ T2നെ മാറ്റി എഴുതിയിട്ടുണ്ട്. നോക്കിക്കേ, T1 പ്ലസ് പിന്നെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അടുത്തത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ T1 ഉണ്ട്. ദെൻ ഇത്രയും ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത്. സോ 2π/ω അത്രയും ടൈം കഴിഞ്ഞിട്ടാണ് T2 വരുന്നത്. സോ അത് വെച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡാമ്പിംഗ് സിസ്റ്റം ആയതുകൊണ്ടാണ് ഒമേഗ ഡി കൊണ്ട്. സാധാരണ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? T = 2π/ω എന്നാണ്. പക്ഷേ നാച്ചുറൽ ടൈം പീരീഡ് ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഡാംപഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഡി കൊടുത്തേക്കുന്നത്. ദെൻ അകത്തെ ടേമിനകത്ത് കണ്ടേ ഒമേഗ ഡി T2 മൈനസ് ആൽഫ എന്നാണ്. ദെൻ T1ൻ്റെ ഒരു കംപ്ലീറ്റ് സൈക്കിള് കഴിയുമ്പോഴാണ് നമുക്ക് അടുത്തത് അതായത് രണ്ടാമത്തെ x2 വരുന്നത്. അതുകൊണ്ടാണ് T1 + 2π എന്ന് കാണിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത്, ദെൻ ഇതിനെ സോൾവ് ചെയ്യുമ്പം ഇതിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? e⁻ ω(2π/ω_d) എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് വരും. ഇതിനെ ബൈ സോൾവിങ് ദീസ് വാല്യൂസ്, ദെൻ ഈറ്റ = 2π/ω_d നമുക്ക് ω(n√1 - β²) എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം നാച്ചുറൽ ലോഗരിതം കൺസിഡർ ചെയ്യുന്നു. റൈറ്റ് സൈഡിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ദെൻ അതേപോലെ നമ്മൾ വാല്യൂ എഴുതി. ഇവിടുത്തെ ω(n)ഉം ω(n)ഉം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് അവസാനം വാല്യൂ 2π(η)/√1 - β² എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നു? വാല്യൂ കിട്ടുന്നു. ഇതിനെ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് ഒരു പുതിയ ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതായത് ഡെൽറ്റ എന്ന് പറയുന്നതാണ് എന്ത്? ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. അപ്പം ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. അപ്പോൾ ആ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷൻ എന്താണ്? 2π(η)/√1 - β². അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന അടുത്ത ഇക്വേഷൻ നാച്ചുറൽ ലോഗരിതം ഓഫ് ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ സക്സസീവായിട്ട് വരുന്ന സെക്കൻഡ് ആംപ്ലിറ്റ്യൂഡ്. അതായത് നമ്മൾ എടുക്കുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡും എടുക്കണം. അല്ലാതെ ഈ ആംപ്ലിറ്റ്യൂഡും കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. തൊട്ടടുത്തുള്ള ആംപ്ലിറ്റ്യൂഡ്സിനെ മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണല്ലോ. സോ അതാണ് ലോഗരിതമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നാച്ചുറൽ ലോഗരിതം ആയിരുന്നല്ലോ. സോ നാച്ചുറൽ ലോഗരിതം മാറുമ്പോൾ x1/x2, ഇവിടെ ലോഗ് മാറുമ്പോൾ ഇവിടെ e⁻ ആകും. സോ e⁻ᵝωn 2π/ω_d എന്ന് മാത്രമാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ 2π/ ഇത് ഇത്രയും ടേം എന്ന് പറയുന്നത് ഇത് ω(d) ഈക്വലൻ്റ് ആണ്. ω(d) കൊടുത്തു. പിന്നെ അതിനെ ഇങ്ങനെ എഴുതാൻ ഇനി e⁻²π ഡെൽറ്റ മാത്രം. കാരണം ഈ കേസിൽ ω(n) ആൻഡ് ω(d) എന്ന് പറയുന്നത് ഏതിൻ്റെ ടേമിലായി? ഒറ്റ ടേമിലായി. അതായത് ω(n) ആൻഡ് ω(d) എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. സോ അപ്പോൾ അതെന്ത് വരും? e⁻²π എന്ന് വരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻ തന്നെ നോക്കുക. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ω(n) പോയി 2π വരുന്നു. അതായത് 1 - β² വാല്യൂ എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു? 1ലേക്ക് ടെൻഡ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് e⁻²π എടുക്കാൻ പറ്റുന്നത്. സോ നമുക്ക് ഇതിനെ എന്താണ്? 2π നമുക്ക് ഡെൽറ്റ എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ എന്താണ്? ഇതാണ് ഈ ടേമിൻ്റെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്ന കേസിൽ. ഇവിടെയും ω(d) എന്ന് പറയുന്നതാണ് ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ ω(n)ഉം ഈ ω(n)ഉം ക്യാൻസൽ ആയിപ്പോവും. ഇതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ 2π ഡിവൈഡ് ബൈ 1 - √1 - β² നമുക്ക് ഡെൽറ്റ ആക്കി എടുക്കാം.
സോ ബാക്കി ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് ഡെൽറ്റയെ ഡെൽറ്റ അല്ല ഈറ്റാനെ നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നതാണ്. സോ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെൽറ്റ എന്ന് പറയുന്നത് 2π ഈറ്റ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ മാത്രം താഴെയുള്ള 1 മൈനസ് ഈറ്റ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആകുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ, അത് 1 അല്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ അസ്യൂം ചില കേസിൽ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗറിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈസ് ഈക്വൽ ടു ഈ ടേം ആൻഡ് ഇസ് ഈക്വൽ ടു ഇത്, ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ലോഗറിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നതിന് നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ രണ്ട് സക്സസീവായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് x1ഉം x1+1ഉം എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n ടൈംസ് വരുവാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ അല്ലെങ്കിൽ ലോഗറിതമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 1/n ln x1 ഡിവൈഡ് ബൈ xn+1. ഇതാണ് ലോഗറിതമിക് ഡിക്രിമെൻറ്റ് ഫൈനൽ ഇക്വേഷൻ. n ഇല്ല എന്നുണ്ടെങ്കിൽ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln x1 ബൈ xn+1. ഇതാണ് ലോഗറിതമിക് ഡിക്രിമെൻറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് ലോഗറിതമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷൻ എഴുതാൻ പറ്റുന്നതാണ് 2π ഈറ്റ ഡിവൈഡഡ് ബൈ √1 മൈനസ് ഈറ്റ സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് ആണ് ലോഗറിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഇക്വേഷനകത്തേക്ക് വരുന്ന ഡെറിവേഷനാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. അപ്പോൾ ആ ഡെറിവേഷനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ പോർഷൻ ആവശ്യമുണ്ട്, ഈ പോർഷൻ ആവശ്യമുണ്ട്, ദെൻ ഈ പോർഷൻ ആവശ്യമുണ്ട്, ദെൻ അതിനുശേഷം ഈ ഒരു പോർഷൻ, ദെൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലോഗറിതമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷനകത്തേക്ക് ആവശ്യമുള്ളൂ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ നാച്ചുറൽ ലോഗറിതം വാല്യൂ ഓഫ് the ratio of two adjacent peak values of displacement in free vibration. അതായത് adjacent peak valueന്റെ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ എഴുതുന്നതിനെ പറയുന്നതാണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡയമെൻഷൻലെസ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻലെസ് പാരാമീറ്റർ ആണ്. സോ ഇതാണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. ഈ ഡെറിവേഷൻസ് 5 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ മാർഗ്ഗം എന്താണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ്, ആ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ആ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ഈ സ്റ്റെപ്പ് നെക്സ്റ്റ് ഈ സ്റ്റെപ്പ് ഇത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. സോ ഇവിടെ നിന്ന് നമുക്ക് ഈ സെയിം ആൻസർ എഴുതാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് പറഞ്ഞത്? √1 മൈനസ് ഈറ്റ സ്ക്വയറിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2π ഈറ്റ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ ആണേ? ഓക്കെ, ഇത്രയുമാണ് ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഇതിനകത്ത്? ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, അണ്ടർ ഡാമ്പിംഗ്, ഓവർ ഡാമ്പിംഗ് പറഞ്ഞു. അതായത് ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻസ് പറഞ്ഞു. അപ്പം ആദ്യം ഫ്രീ വൈബ്രേഷൻ അൺഡാംപ്ഡ് പറഞ്ഞു, അതിന് ജനറൽ ഇക്വേഷൻസ് എഴുതി. ദെൻ ഡാമ്പിംഗ് സിസ്റ്റം വരുമ്പം അതിൻ്റെ ജനറൽ ഇക്വേഷൻസ് നമ്മൾ എഴുതി. അത് 3 കണ്ടീഷൻസ് പറഞ്ഞു. ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ഓവർ ഡാമ്പിംഗ്, അണ്ടർ ഡാമ്പിംഗ് സിസ്റ്റത്തിന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് വരും. ലോഗരിതമിക് ഡിക്രിമെൻറ്റും അതേപോലെ തന്നെ ഈ സൊല്യൂഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ട്. സോ പ്രോബ്ലംസ് നോക്കണം. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അത് നമ്മൾ ഇതുവരെയും ഫ്രീ വൈബ്രേഷൻ ആണ് പറഞ്ഞത്. PT = 0 എന്ന് പറയുന്ന കണ്ടീഷനാണ് പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് PT-ക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ PT-ക്ക് ഒരു വാല്യൂ വരുമ്പോൾ നമുക്ക് ജനറേഷൻ മോഷൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദി അൺഡാംപ്ഡ് ആൻഡ് ഡാംപ്ഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അത് നമുക്ക് ചെയ്യാനുണ്ട്. സോ അതിനും ഡെറിവേഷൻസ് ആണ്. ഈ ഡെറിവേഷൻസ് ഒക്കെ അത്യാവശ്യം ബൈഹാർട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഡെറിവേഷൻസ് ചിലപ്പോൾ ചോദിക്കുക, കാരണം അത്യാവശ്യം സിമ്പിളായിട്ടാണ് പ്രോബ്ലംസ് ചോദിക്കുന്നത്. പക്ഷേ പ്രോബ്ലംസ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഒരു പ്രോബ്ലമായിട്ട് ചോദിച്ചിട്ട് ദെൻ അതിനകത്തുനിന്ന് ഇപ്പോൾ ഒരു ലോഗറിതമിക് ഡിക്രിമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അപ്പം ലോഗറിതമിക് ഡിക്രിമെൻറ്റിൻ്റെ ഡെറിവേഷൻ എഴുതാൻ പറയും. ദെൻ അതിൻ്റെ കൂടെ ഒരു പ്രോബ്ലം ചോദിക്കും. അങ്ങനെയാണ് 20 മാർക്സിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. സോ ആ രീതിയിൽ പഠിക്കുക. അപ്പം ഡെറിവേഷൻസ് ഒരുപാടങ്ങ് ചിലപ്പോൾ 9 മാർക്കിന് 8 മാർക്കിനൊക്കെയാണ് ഡെറിവേഷൻ ചോദിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷേ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കണം. അതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള പ്രോബ്ലത്തിനകത്തുള്ള പ്രത്യേകത എന്തായിരുന്നു?
ആ യൂണിറ്റ് കൺവേർഷൻ. ഇപ്പോൾ യൂണിറ്റ് കൺവേർഷൻസ് ഓക്കെ ആക്കുക. അതേപോലെ തന്നെ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് അത് നമുക്ക് ഇങ്ങനത്തെ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ വാല്യൂ, സീറ്റ വാല്യൂ അല്ലെങ്കിൽ ലോഗരിതമിക് ഡിക്രിമെൻറ്റിൻ്റെ വാല്യൂ, അങ്ങനെ സി വാല്യൂ, അങ്ങനെ കുറേ വാല്യൂസ് നമുക്ക്, അപ്പോൾ എന്തൊക്കെ വാല്യൂസ് തന്നിട്ടുണ്ട് അതിനകത്തൊന്ന് എന്തൊക്കെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. സോ അത് ചെയ്യുക. നമുക്ക് കിട്ടേണ്ടതൊന്നും ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടത്തില്ല. നമ്മൾ ഇടയ്ക്കുള്ള ഓരോ വാല്യൂസിനെ, ഇപ്പം സി 2m ഒമേഗ, സോ ആ സി കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ വേറെണ്ണം കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഫൈനലി കിട്ടേണ്ടത് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാവില്ല. നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുപിടിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇന്നതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ഇന്നതിൻ്റെ ഇക്വേഷൻ ഇതാണെന്നൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് മനസ്സിലിങ്ങനെ കുറേ തവണ പറഞ്ഞ് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നോക്കുമ്പോൾ സിമ്പിളാണ് പ്രോബ്ലംസ്. അപ്പം നമുക്ക് പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.